പൂവിളി പൂവിളി പൊന്നോണമായുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങളുടെ ഇവിടെ ഒരു കുഞ്ഞു മാലാക ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സീനിയേഴ്സാണ്. എന്നെ എന്തേ ഇതുവരെ വിളിക്കാത്തതെന്ന് ചോദിച്ചിട്ട് മോക്ക് എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ അത് ഇവരെ കൂടെയൊക്കെ സംസാരിച്ച് തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവന്തിക മോളെ ഞാൻ ഇതുവരെ ഇൻവൈറ്റ് ചെയ്യാതിരുന്നത്. എന്തുണ്ട് ഓണം, എങ്ങനെയാ പോകുന്നത്? നന്നായി പോകുന്നു. എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എപ്പോഴും ഓണം വെക്കേഷന് നാട്ടിൽ പോകും. അപ്പം അമ്മമ്മയുടെ സദ്യ ഒക്കെ അമ്മമ്മ ഉണ്ടാക്കി തരുന്ന സദ്യ എന്താ ഏറ്റവും ഇഷ്ടം? കൂട്ടുകറി. ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. ഇവിടെ വടക്കറിയാണ്. എന്റെ നാട് കണ്ണൂരാണ്. എന്റെയും ഫേവറേറ്റ്. ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇഡ്ലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര രസമാണ്. ഇപ്പൊ കുറെ പേരെ കിട്ടിയില്ല. അങ്ങനെ കൂട്ടുകറിയൊക്കെ കൂട്ടി സദ്യ ഉണ്ടലാണ് ഏറ്റവും വലിയ ഓണത്തിന്റെ ഓർമ്മ എന്ന് പറയുന്നത്. എങ്ങനെ പോകുന്നു? ഷോസ് ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ കടത്തി വെട്ടുന്ന രീതിയിലാണ് പ്രോഗ്രാംസും ഷോസും ഒക്കെ ആയിട്ട് മുമ്പോട്ട് അങ്ങനെയൊന്നുമില്ല, എന്നാലും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഷോസ് കുറേശ്ശെ വരുന്നുണ്ട്. കൊറോണയുടെ സമയത്ത് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെ ആയിരുന്നു. ഇപ്പൊ കുറേശ്ശെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു തുടങ്ങി. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ? കൂടെ എവിടെ എന്ന സിനിമയിൽ തന്നെ വേറൊരു പാട്ടാണ്. ഓക്കെ. പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു, കൂടെ പൊൻകുട ചൂടിയാലോലം താളലയങ്ങളിലാടി താഴമ്പൂ പോൽ തഴുകും കുളിർക്കാറ്റിൽ കൈകളിൽ അറിയാതെ നീ ഏതോ താളം തേടുന്നു, പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു, കൂടെ പ്രാവെല്ലാം പാറിപ്പോകേ. ഭയങ്കര ഒരു യുണീക്ക് വോയിസ് അല്ലേ? നല്ലൊരു പ്രത്യേകതയുള്ളൊരു വോയിസ്. അടിപൊളി. അപ്പോൾ ഒരുപാട് ഷോസ് ഒക്കെ ചെയ്യാനും അതുപോലെ തന്നെ സിനിമയിലൊക്കെ പാടാൻ പറ്റട്ടെ. അപ്പോൾ ചേട്ടാ, ഒരു ജൂനിയർ SPB എന്ന് പറയുമ്പോൾ SPB സാറിന്റെ പാട്ട് കേൾക്കാതെ നമുക്ക് എങ്ങനെയാ മുമ്പോട്ട് പോകാൻ പറ്റുക? ഒരു SPB സാറിന്റെ ഒരു അടിപൊളി ഒരു പാട്ടെങ്കിലും പാടാതെ എങ്ങനെയാണ്? അതെ, ഇവരെല്ലാവരും ഭയങ്കര മെലഡിയൊക്കെ പാടി. ഞാനിവിടെ എനർജി കൂട്ടാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഇവരെല്ലാവരും നല്ല മെലഡി സോങ്സ് ഒക്കെ പാടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമുക്കൊരു അടിപൊളി പാട്ട് തന്നെ ആയാലും. തീർച്ചയായിട്ടും അടിപൊളി ഒരു നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഒരു ലെജൻഡാണ് നമ്മുടെ നഷ്ടം ട്രെൻഡ്. അതെ, SPBയുടെ ഒരു ഏറ്റവും വലിയൊരു നഷ്ടം, ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ദൈവം മനുഷ്യനായ ഒരു ഗന്ധർവ സംസ്കൃതത്തിനോടാണ്. നല്ലൊരു മനുഷ്യനും കൂടിയാണ് അല്ലേ? സ്നേഹിയാണ്. തീർച്ചയായും വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു വലിയൊരു മനുഷ്യനാണ്. നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ആ ഒരു വൈബ്രേഷൻ നമുക്കത് ഫീൽ ചെയ്യും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. ഗോപൻ ചേട്ടൻ അല്ലേ SPBയോട് ഒരുപാട് വേദികൾ സ്റ്റേജ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്.
അപ്പോൾ ആ ഒരു ഓറയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു അടിപൊളി പാട്ട് കേട്ടാലോ. ഈ ഒരു എന്താ പറയുക, നമ്മളെ ഈ ഓണത്തിൻ്റെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്കൊരു അടിപൊളി നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പാടാം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു നല്ലൊരു മെലഡി പാടാം. காதலே நீ பூவெறிந்தால் என்ன மலையும் கொஞ்சம் குழையும். காதலே நீ கல்லெறிந்தால் எந்த கடலும் கொஞ்சம் கலங்கும். இனிமேல் வதா இல்லை வேல்வதா, உயிர் வாழ்வதா இல்லை போவதா, அமுதன்பதா விஷம் என்பதா, உனை அமுத விஷம் என்பதா. என் காதலே என் காதலே என்ன என்ன செய்ய போகிறாய். நான் ஓவியன் என்று தெரிந்தும் நீ ஏன் கண்ணீரண்டை பொய்க்கிறாய். சிலுவைகள் சிறகுகள் ரெண்டில் என்ன தரப்போகிறாய். கிழுவதை கிழிவிட்டு ஏன் தள்ளி நின்று பார்க்கிறாய். என் காதலே என் காதலே என்ன என்ன செய்ய போகிறாய். நான் ஓவியன் என்று தெரிந்தும் நீ ஏன் கண்ணீரண்டை கேட்கிறாய். അപ്പോൾ ഇനി ദിവ്യ ഒട്ടും മോശമാക്കില്ല, കാരണം അടുത്ത റൊമാൻറ്റിക് പാട്ട് തന്നെ ആയിരിക്കുമല്ലോ. ഏതാ പാടാൻ പോകുന്നത് നമുക്ക് വേണ്ടിയിട്ട്? ഓക്കെ, അടിപൊളി പാടി. ഡുവറ്റ് ആയിക്കോട്ടെ. ഡ്യുവറ്റ് ആയിക്കോട്ടെ. ആരാ കൂടെ പാടുന്നത്? ഞാൻ തന്നെയാണ്. ഞാൻ തന്നെ കൂടെ Duet പാടുന്ന song duet ഞാൻ ആണ്. ഒറ്റയ്ക്ക് Okay, പാടും. ശരി. സംഘഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടും. ഒറ്റയ്ക്ക് പാടും. തുമ്പി പിന്നെ വാവാ, തുമ്പച്ചോട്ടിൽ വാവാ, തുമ്പി പിന്നെ വാവാ, തുമ്പച്ചോട്ടിൽ വാവാ, തുമ്പി പിന്നെ വാവാ, തുമ്പച്ചോട്ടിൽ വാവാ.
അഞ്ജന കൂടുതലും ക്ലാസിക്കൽ കൺസേർട്സ് ആണ് കൂടുതൽ ചെയ്യുന്നത് അല്ലേ? ക്ലാസിക്കൽ കോൺസെർട്ടാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. കാരണം കുഞ്ഞിലേ തൊട്ടേ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഞാൻ അരങ്ങേറ്റം ചെയ്തു. ഞാനും എൻ്റെ ഇളയ ചേട്ടനുമായിട്ട്, 2 ചേട്ടന്മാരാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോൺസെർട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പം തനിയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കച്ചേരിയൊക്കെ ചെയ്യാറുണ്ട്. കച്ചേരീസ് അല്ല ഇപ്പോൾ കൂടുതലും ക്ഷേത്രങ്ങളാണോ എങ്ങനെയാണ്? ക്ഷേത്രങ്ങളിലാണ് ചെയ്യുന്നത്. അതെ, നാട്ടിലും ഒക്കെ. ശരി, അപ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാം. തീർച്ചയായിട്ടും. വിദ്യാസാഗർ മാഷിൻ്റെ ജയചന്ദ്രൻ സാറും സുജാത മാമും പാടിയ ഒരു ഓക്കെ. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. പൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലെത്തി സ്നേഹതീരം. പുലർമഞ്ഞു കാലെത്തി സ്നേഹതീരം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. അറിയാതെ ഞാനിൻ്റെ പ്രണയത്തെ വീണ്ടുമെൻ നെഞ്ചോടൊതുക്കി കിടന്നിരുന്നു. കാലൊച്ചയില്ലാതെ വന്നു നീ മെല്ലയൻ കവിളോടൊരുമ്മി കിതച്ചിരുന്നു. പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന, പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നു. ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നു. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. പൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലെത്തി സ്നേഹതീരം. പുലർമഞ്ഞു കാലെത്തി സ്നേഹതീരം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. നമ്മുടെ ഇനി അടുത്ത റൊമാൻറ്റിക് സിംഗറിൻ്റെ ഒരു പാട്ട് കേൾക്കാം. ഒരു ഡ്യുവറ്റ് തന്നെ ആയോ അല്ലേ? ലക്ഷ്മിയും മോനി ചേട്ടനും കൂടെ ഒരു ഡ്യുവറ്റ് പാടിയാലോ? കേൾക്കാം. ഓക്കെ. ഏഴിലം പാലപ്പൂത്തു പൂമരങ്ങൾ കൂട പിടിച്ചു വെള്ളിമലയിൽ വേളിമലയിൽ. ഏലീലം പാടി വരും കോയിലിണകൾ കുരവയിട്ടു വെള്ളിമലയിൽ. വേളിമലയിൽ. പൊൻകീനാവിൻ പൂവനത്തിൽ പാരിജാതം പൂത്തുലഞ്ഞു. പൊൻകീനാവിൻ പൂവനത്തിൽ പാരിജാതം പൂത്തുലഞ്ഞു. എൻ
വന്നിരുന്നു ആത്മസഖി നീ, പ്രാണസഖി നീ. സൂപ്പർ അല്ലേ? ആകാശ താമര പോലെ എൻ മടിയിൽ വന്നിരുന്നു അല്ലെ, എന്താ പറയുന്ന മേഘത്തിൻ്റെ അത്രയും ഒരു ഇതായിട്ട് അത്ര സോഫ്റ്റായിട്ട് വന്നിരുന്നു എന്നുള്ള എന്ത് ഭംഗിയായിട്ടാണ് വരികൾ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമുക്ക് അശ്വതിയുടെ ഒരു പാട്ട് കേൾക്കാം. ഞാൻ AR റഹ്മാൻ സാറിൻ്റെ ബോംബെ എന്ന ചിത്രത്തിൽ ശരി, ചിത്ര ചേച്ചി പാടിയ പാട്ട് കണ്ണാളനെ അതാണ്. ഓക്കെ. ഒരു മിൻസാരപ്പാർവയിൻ വേഗം വേഗം ഉന്നോട് ഞാൻ കണ്ടുകൊണ്ടേ, ഒരു പെണ്ണോട് തോണ്ടിടും താപം താപം എന്നോട് ഞാൻ കണ്ടുകൊണ്ടേ, എന്നെ മറந்து വിട്ടേ இந்த உலகத்தில் நான் இல்லை உன்னை இழந்து விட்டால் இந்த மலரிலும் தேனில்லை இது கனவா இல்லை நினைவா என்ன கேள்வி உண்மை தெரிந்தேன், உன்னை பார்த்தெந்தன் தாய்மொழி மறந்தேன் கண்ணாளனே, எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டும் ஏன் இன்னும் பேசவில்லை, ஆளான ஒரு செய்தி அறியாமலே அலைப்பாயும் சிறு பேதை நானோ, உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடமாறும் ஏனோ, வாய் பேசவே வாய்ப்பில்லையே, வலி தீர வழி என்னவோ கண்ணாளனே, எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டும் ஏன் இன்னும் பேசவில்லை കണ്ണാളനേ. ഈ നമ്മുടെ അവന്തിക കുട്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവന്തിക കുട്ടി നമുക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് പാടുന്നത്? കുന്നിമണി ചെപ്പ് കുന്നിമണി ചെപ്പ്. ഓക്കെ. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി, കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ, കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിറങ്ങി പൊൻവെയിലിൻ കുങ്കുമപ്പൂ നീളെ, ആവണിതൻ തേരിൽ നീ വരാഞ്ഞതെന്തേന്നും നീ വരാഞ്ഞതെന്തേ, കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി, കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ, കുന്നിമണി ചെപ്പു തുറ
തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. പൂവിളി പൂവിളി പൊന്നോണമായിരുന്ന ഈ ഒരു എപ്പിസോഡിൽ ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടു. എനിക്ക് കേട്ടിട്ടും മതി വരുന്നില്ല ഇവരുടെ ഓരോരുത്തരുടെയും പാട്ടുകൾ. അത്ര മനോഹരമായിട്ടാണ് ഓരോരുത്തരും നമുക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ പാടിയത്. ഞാൻ ഒരുപാട് കാലമായിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉള്ള പാട്ടുകളൊക്കെയാണ് നിങ്ങൾ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് പാടി തന്നത്. സമയം ഒരുപാട് പോയതും ഞാൻ അറിഞ്ഞില്ല. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. പക്ഷേ എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ ഒരാഗ്രഹമില്ല. അത്രയും മനോഹരമായിട്ട് നിങ്ങൾ എല്ലാവരും പാടി. അപ്പോൾ ഈ ഒരു ഓണക്കാലം പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെ മനോഹരമായും സന്തോഷവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം ഈ ഒരു സിംഗേഴ്സൻ നിങ്ങളെല്ലാവർക്കും ഇനിയും ഒരുപാട് പ്രോഗ്രാംസും സിനിമകളും അതുപോലെ തന്നെ ആൽബംസും ഒക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ദാഹം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ദാഹം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂ കൊണ്ട് മൂടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. പൂ കൊണ്ട് മൂടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോദി. പൊന്നെല്ലിൻ പൊന്നല പൂമറ്റം തോറും നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.